ഇത് 2022 മോഡൽ ഓൾട്ടോകേറ്റൻ VXi ഓട്ടോമാറ്റിക് ഗിയർ ആണ്. ഇത് 2020 മോഡൽ ഓൾട്ടോ 800 ആണ്. ഇത് ഇയോൺ ഇറ പ്ലസ് ആണ്. 2012 മോഡലാണ് വണ്ടി. 2011 മോഡൽ റിറ്റ്സ് VXi വേരിയന്റ് ആണ് വരുന്നത്. പെട്രോൾ. ഇത് 2015 മോഡൽ വാഗണർ VXi ആണ്. ഇത് i20 സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2017 ആണ് മോഡൽ വരുന്നത്. ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണ് കമ്പനി 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത് അല്ലേ. പിന്നെ വീഡിയോസ് കണ്ടിട്ട് ലോങ് എന്നൊക്കെ വരുന്നവർക്ക് എന്തായാലും നല്ല എക്സസറീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചു മേടിക്കുക. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ തൊടുപുഴയിലെ ട്രൂ വാല്യൂ ഷോറൂമിലാണ്. ഒരുപാട് ചെറുവാഹനങ്ങൾ നല്ല ക്വാളിറ്റി പീസ് ഒരുപാടെണ്ണം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം ഈ ഒരു ഷോറൂമിൽ നിലവിലുള്ള എല്ലാ വാഹനങ്ങളുടെ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുകയാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഷോറൂം ഉള്ളത്. നിങ്ങൾക്ക് വരാനും പോകാനൊക്കെ വളരെയധികം സൗകര്യമുള്ള ഷോറൂം തന്നെയാണ്. ഒരുപാട് നല്ല വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങളും പരമാവധി പറ്റുന്ന അത്രയും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് ഞാൻ കാണിച്ചിരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു ഭാഗത്ത് ഇത്രയും നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കുന്ന മറ്റൊരു ഷോറൂം ഇല്ല നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അത്രയും നല്ല വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. പരമാവധി എല്ലാവരും ഷെയർ ചെയ്യട്ടോ. ഇന്ന് തൊടുപുഴക്കാർക്കുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഇന്നത്തെ ഈ ഷോറൂം വീഡിയോ. കാരണം ഒരുപാട് നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ മാസം സെപ്റ്റംബർ മാസം. നമുക്കിപ്പോൾ എത്ര ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ നിലവിലുള്ളത്? നമുക്കിപ്പോൾ നിലവിൽ 1 ലക്ഷം തൊട്ട് 10 ലക്ഷം രൂപ ഗ്യാപ്പിൽ വരെയുള്ള വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണല്ലേ. ഒക്കെ അധികവും ചെറുവാഹനങ്ങളാണ് 90% അല്ലേ. അപ്പൊ എല്ലാത്തരം വാഹനങ്ങളും നിലവിൽ അവൈലബിൾ ആണ്. മാരുതി വാഹനങ്ങൾ മാത്രമല്ല, എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മറ്റുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന പോലെ വാറണ്ടിയും തീർച്ചയായിട്ടും നമുക്ക് 9 വർഷത്തിനുള്ളിലുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടി ഉണ്ടാവും. ഇത് മാരുതി സർട്ടിഫൈഡ് വാറണ്ടികളും ഉണ്ടാവും. പോപ്പുലറിന്റെ ഡയറക്റ്റ് കൊടുക്കുന്ന വാറണ്ടി ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഈ ഷോറൂമിലേക്ക് കസ്റ്റമർ വരണമെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത്? ഇത് ഷോറൂം വരുന്നത് തൊടുപുഴയാണ്. തൊടുപുഴ വെങ്ങലൂർ സിഗ്നൽ ജംഗ്ഷന്റെ അടുത്താണ് നമുക്ക് ഷോറൂം വരുന്നത്. ഇത് മാരുതി ഓൾട്ടോ കേട്ടൻ. അതെ. ഏതാ മോഡൽ? ഇത് 2022 മോഡൽ ഓൾട്ടോകേറ്റൻ VXi ഓട്ടോമാറ്റിക് ഗിയർ ആണ്. ഓട്ടോമാറ്റിക് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഹിസ്റ്ററികളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടല്ലേ. ഈ VXi എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? VXi വരുന്നത് നമുക്ക് AC പവർ സ്റ്റിയറിംഗും സ്റ്റീരിയോ വരും, സെൻട്രൽ ലോക്ക് വരും, ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരും. അഡീഷണൽ ആയിട്ട് ഫ്രണ്ട് ക്യാമറ, സെൻസേഴ്സ്, സീറ്റ് കവർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ. ഇനി നമുക്ക് അറിയേണ്ടത് ഈ വാഹനത്തിന്റെ പ്രൈസ് ആണ്. അതെ. ഇത് നമുക്ക് പ്രൈസിംഗ് വരുന്നത് 4,75,000 ആണ് വരുന്നത്. 4,75,000. മാരുതി സർട്ടിഫൈഡ് വാറണ്ടി ഉള്ള വണ്ടിയാണ്. 1 വർഷത്തേക്കായിരിക്കും മാരുതിയുടെ വാറണ്ടി വരുന്നത്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അപ്പൊ പിന്നെ ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ വിശ്വാസത്തിൽ എടുക്കാവുന്നതാണ്. ഇത് 2020 മോഡൽ ഓൾട്ടോ 800 ആണ്. സിംഗിൾ ഓണർ വണ്ടി. 45,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. എല്ലാം ഉണ്ടല്ലേ. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് LXi വേരിയന്റ് ആണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ ABS എയർ ബാഗ് തീർച്ചയായിട്ടും വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും, ABS ബ്രേക്ക് വരുന്നുണ്ടാവില്ല. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇനി ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 3,50,000 ആണ് വരുന്നത്. 3,50,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് വാറണ്ടി ഉണ്ടാവും? വാറണ്ടി ഉണ്ട് തീർച്ചയായിട്ടും. 6 മാസത്തെ മാരുതിയുടെ വാറണ്ടി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഇത് ഇയോൺ ഇറ പ്ലസ് ആണ്. 2012 മോഡലാണ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് ഇയോൺ ഇറ പ്ലസ് ആണ്. ഇത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. അഡീഷണൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടയറും ഞങ്ങൾ കണ്ടീഷൻ അല്ലേ? അതെ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 1,75,000 രൂപയാണ് നമുക്ക് പ്രൈസിങ് വരുന്നത്. ചോദിക്കുന്നത് ഒരു മീഡിയം ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു വാഹനം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇത് റിറ്റ്സ് പെട്രോൾ ആണ്. 2011 മോഡൽ റിറ്റ്സ് VXi വേരിയന്റ് ആണ് വരുന്നത്. പെട്രോൾ VXi അല്ലേ. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടി? 1,25 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് VXi വേരിയന്റ് ആണ്. ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും അത്യാവശ്യം കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് 1,80,000 രൂപ കൊടുക്കാം. 1,80,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് i20 ഇറ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്. 2018 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 59,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് തന്നെ ഇല്ല. ഒന്നുമില്ല. കണ്ടീഷൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇത് ഫീച്ചേഴ്സ് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ ആണ്. അഡീഷണൽ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ വിത്ത് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാണാൻ വരുന്നുണ്ടല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 4,95,000 ആണ് പ്രൈസ്. 495. ഈ വാഗണർ ഏതാ മോഡൽ? ഇത് 2015 മോഡൽ വാഗണർ VXi ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 65,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. VXi എന്തൊക്കെ ഫീച്ചേഴ്സ്? VXi വരുന്നത് AC പവർ സ്റ്റിയറിംഗും, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്.
പിന്നെ ടിൽറ്റ് സ്റ്റിയറിംഗ്, ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, വൈപ്പർ, റിയർ ഡിഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ മാരുതി ഒറിജിനൽ അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തു. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടല്ലേ. അത്യാവശ്യം ഫുൾ ഓപ്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചോദിക്കേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. ഇത് നമുക്ക് 3,80,000 രൂപ കൊടുക്കും. ഇത് 2020 മോഡൽ സെലീരിയോ ZXi ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വരുന്നത്. ഓണർഷിപ്പോ ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 53,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 53,000 കിലോമീറ്റർ. ZXi എന്ന് പറയുന്നത് ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിനകത്ത് മെയിൻലി വരുന്നത് ഡ്രൈവർ സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ വിത്ത് ഇൻഡിക്കേറ്റർ മിറേഴ്സ് വരുന്നത്. പിന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരും. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ബ്ലൂടൂത്ത് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആയിരിക്കും. ബാക്കിൽ വൈപ്പർ, സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എല്ലാം ഉള്ള വാഹനമാണ്. അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസോ? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 5,30,000 പ്രൈസ് വരുന്നുള്ളൂ. പ്രൈസ് വരുന്നത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യും. ഇത് i20 സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2017 മോഡൽ. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 72,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുന്നത് സ്പോർട്സ് വേരിയന്റിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് ഫോൾഡബിൾ ആയിരിക്കും, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആണ്, മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് സ്പോർട്സ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വേരിയന്റ് ആണല്ലേ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 4,85,000 രൂപ കൊടുക്കാം. 4,85,000 ചോദിക്കുന്ന പ്രൈസ്. ഈ പ്രൈസ് ഏതാ മോഡൽ വരുന്നത്? ഇത് പ്രൈസ് LXi ആണ്. 2020 മോഡലാണ്. സെക്കൻഡ് ഓണർ വണ്ടി നമുക്ക് 82,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 82,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. LXi വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ, മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും വിത്ത് ഇൻഡിക്കേറ്റർ മിറേഴ്സ് ആണ് വരുന്നത്. ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 6,80,000 പ്രൈസ് വരുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല? പിന്നെ തീർച്ചയായിട്ടും. വാറണ്ടി ഉണ്ടോ? പിന്നെ നമുക്ക് ഇതിന് മാരുതി സർട്ടിഫൈഡ് 6 മാസത്തേക്ക് അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ വരെയുള്ള വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവുന്നു. 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ മാരുതി സർവീസ് സെന്ററിലും പോലെ. തൊടുപുഴ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിൽ മാരുതി വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ നേരിട്ട് സ്റ്റോക്ക് ഉണ്ടല്ലേ. നമുക്ക് ടാറ്റ നെക്സോണിന്റെ മോഡൽ വരുന്നത്. ഇത് 2019 മോഡൽ ടാറ്റ നെക്സോൺ XM 1.2 വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. മാനുവൽ? അതെ, മാനുവൽ. ഡീസലാ? പെട്രോൾ ആണല്ലേ. ഇതിലെ XM എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇത് വന്നിട്ട് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ടോ വരും. ഇതൊരു 6 സ്പീഡ് വെഹിക്കിൾ ആണ്. 6 ഗിയർ ആണ് വരുന്നത്. 6 ഗിയർ വരുന്നത്. ഓക്കെ. അഡീഷണൽ സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വിത്ത് ക്യാമറ, സെൻട്രൽ ലോക്ക്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും പ്രീമിയം കാറ്റഗറി തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. എല്ലാം വരുന്നതാണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 5,55,000 കൊടുക്കാം. 5,55,000 ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ലോൺ ചെയ്തു തരും. തീർച്ചയായും. നമ്മൾ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത് മാരുതി വാഹനമല്ല. മാരുതി അല്ല. 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ മേജർ പാർട്സുകൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ വേണ്ടത്? ഒരു യൂസ് വെയർ എടുക്കുമ്പോൾ വാറണ്ടി തരുന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണ് കമ്പനി വാറണ്ടി നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാവുന്നതാണ്. ഇത് 2016 മോഡൽ സെലീരിയോ VXi ആണ്. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 71,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? ഇത് VXi വരുന്നത് AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ ഉണ്ട് വരും. സെൻട്രൽ ലോക്ക് റിമോട്ട് വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ, സ്റ്റീരിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്ത് എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 3,70,000 പ്രൈസ് പറയുന്നത്. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. സെലീരിയോ ZXi ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ വണ്ടി. ലോ കിലോമീറ്റർ ഹിസ്റ്ററി ആളൊക്കെ അല്ലേ? എല്ലാം ഉണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് വന്നിട്ട് ZXi വേരിയന്റ് ആണ്. ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗും ഡ്യുവൽ എയർ ബാഗ് വിത്ത് ABS ബ്രേക്ക്, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ വന്നിട്ട് മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു സെമി ഹൈബ്രിഡ് ടൈപ്പ് ആണ് വരുന്നത്. പിന്നെ സീറ്റ് കവർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് റീപ്ലേസ് അല്ല. ജെനുവൻ മാരുതിയുടെ സർവീസ് സെന്റർ കയറ്റിയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ളതാണ്. ബോണറ്റ് മാത്രം മാറിയിട്ടുള്ളൂ. ഗ്ലാസ് മാറിയിട്ടുള്ള മേജർ ആക്സിഡന്റ് അല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് വന്നിട്ട് 5,90,000 രൂപയാണ്. 5,90,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ലോൺ ചെയ്യും. നമ്മൾ ഇതിന് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ പോപ്പുലറിന്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം കംപ്ലൈന്റ് കാര്യങ്ങളില്ല. ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണ് കമ്പനി 1 ഇയർ വാറണ്ടി കൊടുക്കുന്നത് അല്ലേ. ഇത് 2016 മോഡൽ കിഡ് RXT ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. RXT ഓപ്ഷൻ അല്ലേ. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 52,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓക്കെ. അത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് RXT ഓപ്ഷൻ ആകുമ്പോൾ അതിനകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഓക്കെ. സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ അഡീഷണൽ കമ്പനി തന്നെ വരുന്നുണ്ട്. പിന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ടാവും.
ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവും, പിന്നെ സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. ഒരു മീഡിയം ബഡ്ജറ്റ് ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് പ്രൈസ് 2,35,000 രൂപയാണ് നമ്മൾ പറയുന്നത്. ഇത് 2023 മോഡൽ ഓൾട്ടോഗേറ്ററാണ് വരുന്നത്. LXI വേരിയന്റ് ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. മാനുവൽ ആണല്ലേ? ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അവൈലബിൾ ആണല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് LXI വേരിയന്റിൽ നമുക്ക് വരുന്നത് AC പവർ സ്റ്റിയറിംഗും പിന്നെ സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS ബ്രേക്ക് വരുന്നുണ്ട്. ABS ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? പിന്നെ പാർക്കിംഗ് സെൻസർ ഒക്കെ ഇൻക്ലൂഡ് ആണ്. അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ചെറുവാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കമ്പനി. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് പ്രൈസ് 4,25,000 രൂപയാണ് പറയുന്നത് വരുന്നത്. മാക്സിമം നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല? പിന്നെ തീർച്ചയായിട്ടും പറ്റും. പിന്നെ കൂടാതെ നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ടോ? വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇതിന് 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ മാരുതി സർട്ടിഫൈഡ് വാറണ്ടി ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അത് ഓൾ ഇന്ത്യ സർവീസ് സെന്ററിലും പോയി ചെയ്യാം. ഇത് 2020 മോഡൽ ഡിസയർ VXI ആണ് വരുന്നത്. VXI വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, പെട്രോൾ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 50,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 50,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റും, എവിടെ വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് ഡിസയർ VXI വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും, മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും വിത്ത് ഇൻഡിക്കേറ്റർ മിറേഴ്സ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ, സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട്. ഒറിജിനൽ അലോയ് വീൽസ് ആണ് ചെയ്തിരിക്കുന്നത്. മാരുതിയുടെ ജെനുവിൻ അലോയ് വീൽ അല്ലേ? അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളില്ല, നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 6,30,000 രൂപ പ്രൈസ് വരുന്നത്. ഓക്കെ, നമുക്ക് 6,25,000 റേഞ്ച് വരെ കൊടുക്കാം. 6,25,000 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 2022 മോഡല് സ്വിഫ്റ്റ് VXI വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, 37,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. 37,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അല്ല? ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ആളൊക്കെ ഉണ്ടാവില്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് VXI വേരിയന്റ് ആണ്. ഇത് വരുന്നത് AC പവർ സ്റ്റിയറിംഗും, 4 ഡോർ പവർ വിൻഡോ വരും, സ്റ്റീരിയോ വരും, സ്റ്റീരിയോ ബ്ലൂടൂത്ത് ആയിരിക്കും, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ടിൽറ്റ് സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് സീറ്റ് കവർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് മാരുതി ഒറിജിനൽ അലോയ് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 6,85,000 രൂപയാണ് പ്രൈസ്. 6,85,000 ചോദിക്കുന്ന പ്രൈസ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് പിന്നെ നമുക്ക് എക്സസറീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ലോങ്ങിൽ നിന്ന് വരുന്നവരൊക്കെ എന്തായാലും ചോദിച്ചു മേടിക്കുക, മാസം എടുക്കുകയാണെങ്കിൽ എക്സസറീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാരുതിയുടെ ബലെനോ അല്ലേ? ഏത് മോഡൽ തന്നെ? ഇത് ബലെനോ ഡെൽറ്റ വേരിയന്റ് ആണ്, 2020 മോഡൽ. 20 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്, 41,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഡെൽറ്റ വേരിയന്റിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്തൊക്കെ വരുന്നത്? ഇതിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് 4 ഡോർ പവർ വിൻഡോ, മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും, ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നു, പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കിൽ വൈപ്പർ, ഡീഫോഗർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ്, ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ്, പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഒരു പ്രീമിയം കാറ്റഗറി വാഹനം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 6,60,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 6,60,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. തീർച്ചയായിട്ടും. 6 മാസത്തേക്ക് അല്ലെങ്കിൽ 7,500 കിലോമീറ്റർ മാരുതി സർട്ടിഫൈഡ് വാറണ്ടി ഉണ്ടാവും. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്രീ സർവീസ് ഇവിടേക്ക് തന്നെ വരുന്നില്ലല്ലോ? വേണ്ട, മാരുതി ഓതറൈസ്ഡ് എല്ലാ സ്ഥാപനത്തിനും ചെയ്യാം, ഓൾ ഇന്ത്യ എവിടെ ചെയ്യാം. മാരുതി ഡിസയർ VXI ആണ്, 2011 മോഡലാണ് വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടിയാണ്, 66,000 കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു സെഡാൻ സെഗ്മെന്റ് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വാഹനം. തീർച്ചയായിട്ടും. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ? ഓക്കെ, ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇത് ഡിസയർ VXI പെട്രോൾ നമുക്ക് വരുന്നത് AC പവർ സ്റ്റിയറിംഗും, 4 ഡോർ പവർ വിൻഡോ, മിറർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിരിക്കും, ഇൻഡിക്കേറ്റർ മിറർ വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്, ടിൽറ്റ് സ്റ്റിയറിംഗ് ആയിരിക്കും വരിക, പിന്നെ സീറ്റ് കവർ, മാരുതി ജെനുവിൻ അലോയ് വീൽസ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമുക്ക് 3,50,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? 2011 വണ്ടിയൊക്കെ നമുക്ക് ഏകദേശം ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തെ താഴെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. വണ്ടി വിലയുടെ ഒരു 80% വരെ നമുക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട്